ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുലാവിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പുലാവാണ് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. ഞാനിതാ നമ്മുടെ ഈ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് ബസുമതി റൈസാണ് കേട്ടോ എടുത്തിരിക്കണേ. ഇതിന് നന്നായിട്ട് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ട് ഇതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിങ്ങനെ കുതിരാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ, നേരെ കഴുകിയിട്ട് അങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്ന് വെച്ചാൽ ആ സെയിം കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. കുക്കറിൽ ഞാൻ എങ്ങനെയാണ് കുക്കറിൽ വേവിക്കണമെന്ന് വെച്ചാൽ ഒരു വിസിൽ വന്നാൽ ഞാനിത് കുക്കർ ഓഫ് ചെയ്യും. പിന്നെ അതിൻ്റെ പ്രഷർ അതിലങ്ങനെ ഇരുന്നിട്ട് ആ അരി ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും കേട്ടോ. നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കൊട്ടിയൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ ഉലർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഒരു പാൻ വെച്ചു. ആ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് പട്ട, ഒരു 4 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഈ പെരിഞ്ജീരകം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മൂത്ത് വന്നു എന്ന് കാണുമ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ 2 സബോള നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ സബോളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം സബോളയൊക്കെ ഒന്ന് വാടിയെന്ന് തോന്നുമ്പോൾ ഞാനിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറണ വരെ നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസാണ്, വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ആ മസാലയൊക്കെ ഒന്ന് കുറുകി ഒന്ന് വരണം കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 200-ൻ്റെ പനീറാണ് കേട്ടോ. ഈ ക്യൂബ് പോലെയുള്ള പനീറാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഫ്രഷ് മിൽക്കാണ് ചേർത്ത് കൊടുക്കണത്. പശുവും പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലും ഇതിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ വറ്റണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 തണ്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ആ മിൽക്കൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാകമാണ് കേട്ടോ. ഇത്രയും മതി. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, നമ്മുടെ ചോറുണ്ടല്ലോ, വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കണേ. ചോറ് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചോറിൻ്റെ മുകളിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഈ ലോ ഫ്ലെയിമിലായിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ. അടിപൊളി റൈസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ പുലാവ് ഉണ്ടാക്കാനുള്ള പണി.
വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയൂ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന റെസിപ്പികൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.